ആണോ? ഇവരുടെ പേരെന്താണ്? പേര് ആണോ? ആ ആ എന്നെ കെട്ടിക്കൊണ്ടുവന്ന പടിഞ്ഞാറത്തറയ്ക്ക പുൽപ്പള്ള എൻ്റെ വീട്. ആണോ? മുള്ളംകൊല്ലി. ആണോ? വീട്ടുപേരെന്തായിരുന്നു? പുത്തുമരിക്കല്. ആ ശരി ശരി. ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? 3 മാസമായുള്ളൂ. 3 മാസം ആയോന്നൊന്നും എനിക്കറിയത്തില്ല. അറിയില്ല. 2 മാസമായെന്ന് ആ എനിക്ക് തോന്നണേ. നേരത്തെ എവിടെയായിരുന്നു? വീട്ടിൽ തന്നെ ആയിരുന്നോ? വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ ചേട്ടായി മരിച്ചതിൻ്റെ ശേഷം എനിക്ക് ആ അവിടെ ഒറ്റയ്ക്കായി പെൺപിള്ളേരെയൊക്കെ കെട്ടിച്ച് വിട്ടു. ആ പിന്നെ ഒരു മകനുള്ളത് അവൻ വേറെ പോയിട്ട് 33 കൊല്ലമായി. ആ ശരി ശരി ശരി. അതുകൊണ്ട് അവളും അവന് തന്നെ ഉള്ളു. ആ അതുകൊണ്ട് അവരുടെ വീട്ടിൽ അവൾക്ക് ജോലിക്ക് പോകണം, ആ അവനും ജോലിക്ക് പോകണം. വീട്ടിൽ ആരുമില്ല. ഒരു വാതിൽ അടച്ചിട്ട് അതിനകത്ത് പട്ടിയെ കൂട്ടിയിട്ടത് ആ അതിനകത്ത് ഞാൻ കിടക്കണം. ആണോ? അവർ വരുന്നിടം വരെ ഓ അവൻ ഒരു 6 മണിയാകുമ്പോൾ വരും, അവളും വരും ഒരു 6 മണിയാകും. ആ അതുവരെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടക്കണം. റോഡ് സൈഡാ, വാതിൽ തുറന്നിടാൻ വല്ലവരും വല്ലതും എടുത്തുകൊണ്ട് പോയി. അതുമായി റോഡ് മിറ്റത്തെ റോഡ്, അത് കാരണം വാതിൽ തുറന്നിടാൻ നിർത്തില്ല. വാതിൽ പൂട്ടി വെച്ചേ പോകുള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് അവനോട് ഞാൻ പറഞ്ഞു എന്നെ എവിടെയെങ്കിലും കൊണ്ടേയാക്കാൻ പറഞ്ഞേ. അങ്ങനെ പേരാവൂർ കൊണ്ടേയാക്കണമെന്നും പറഞ്ഞാൽ അവിടുത്തെ അച്ഛൻ കോളത്തൻ പറഞ്ഞ് പേരാവൂർ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ കൊണ്ടേയാക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ അവരനുസരിച്ച് പിടിച്ച് അവിടെ നിന്നാൽ അവിടെ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. അങ്ങനെ കോളത്തൻ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ദിവസം ബൈബിൾ വായിക്കുന്നുണ്ടല്ലേ? ദിവസം വായിക്കുന്നു. ശരി ശരി. ചേരൊക്കെ കിടക്കുവോ? ആ ആ. എവിടെയൊക്കെയാണ് വീട്? എവിടെയായിരുന്നു? ആ ശരി ശരി. ആ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വീട്ടിലായിരുന്നോ? എവിടെയായിരുന്നു? ആ അതെ. എല്ലാവരും വരുന്നുണ്ടോ? കാണാനൊക്കെ വരുന്നുണ്ടോ? ബെഡിന് വീണു. ബ്ലഡ് ക്ലോട്ട് ചെയ്തത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതെടുത്ത് കളഞ്ഞ് അത് കുച്ചിട്ടിട്ടേക്കുണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. ഓ തന്നെയൊക്കെ നോർത്തും കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പേസ്റ്റ് എടുക്കാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേനും സ്ട്രോക്ക് ഒന്നും പേഷ്യൻ്റില്ല. പിള്ളേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല, വീണു. വേറെ ഒന്നും സംഭവിച്ചില്ല. ചിരിച്ചാൽ 29 ദിവസം. ഇതൊക്കെ ഞങ്ങളുടെ സാധനം. ഭക്ഷണമൊക്കെ കൊണ്ട് കൊണ്ടുവന്ന് തരും അല്ലേ? ഭക്ഷണമൊക്കെ എല്ലാം ഇവിടെ കൊണ്ടുവന്നത്. കുളിപ്പിക്കാൻ ബീച്ചറിൽ ഞങ്ങളെ കൊണ്ടുപോകും. അത് കുളിപ്പിച്ച് തുണിയൊക്കെ മാറി ഇവിടെ കൊണ്ടുപോകും. പേപ്പർ വെച്ച് കൊടുത്താൽ അതിൽ വെച്ച് ഞങ്ങൾക്ക് തന്നതിന് ശേഷം വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞു. ഞാൻ പറയാം. ആ 5 മണിക്ക് മരിച്ചടക്കുണ്ട്. ചോറുണ്ടതാണ്. സോപ്പ് പൊടി വേണം അലക്കാൻ. നല്ലതല്ലേ? സോപ്പും പേസ്റ്റ് തന്നെ നാമമാർക്ക് പകുതി പേർക്ക് പറ്റിക്കാം. സോപ്പ് വേണം. സോപ്പ് ആ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഒന്നിച്ച് ആഘോഷിച്ചു. ആണോ? ശരി ശരി. ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് ആ ഇന്ന് വന്നു.
ഇന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നോ? രാവിലെ കുർബാന ഉണ്ടായിരുന്നു അച്ഛൻ. ആ ഇല്ല. ആ എന്തിരുന്ന് സുഖമായിരിക്കുന്നോ? ആ ആ ഇവിടെ ആയിരുന്ന ഒരു അമ്മച്ചി മരിച്ചതിന്റെ ഭക്ഷണമായിരുന്നു ഇന്ന്. ആ പറഞ്ഞായിരുന്നു ബത്തേരിന്നല്ലേ? ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കിടക്കുവാണ്. ആ ഞങ്ങൾ കേടിച്ചറ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. അതെ 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 അതെ. മറിയാമ്മ അമ്മച്ചിനെ ഓർക്കുന്നുണ്ടോ? ആ ആ ചോദിക്കുന്നുണ്ടോ? കേണിച്ചിറ. എല്ലാരും കിടക്കാനുള്ള അല്ലേ? കിടന്നുറക്കം തുടങ്ങിയായിരുന്നു. ആ ആ എന്ത് പറഞ്ഞാലും സ്തോത്രം എന്ന് പറയും. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്താ സ്തോത്രം എന്ന് പറഞ്ഞു. ആ ആ പിന്നെ എന്നെ ഓർമ്മയുണ്ടോ? ഇവിടെ വന്നിട്ട് എത്ര നാളായി? ആ 2 വർഷമായി. ആ സ്തോത്രം. ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ആ അതെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. ആൾക്കാരെ വിളിക്കാൻ പോയത് ആടില്ലേ? ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആ വരുന്നുണ്ട്. ആ അമ്മച്ചിയുടെ പേരെന്താണെന്നറിയാവോ? ആ ഏലിയാമ്മയാണ്. അറിയാവോ? കുമ്പളേരിയിലാണോ? ചെവി അമ്മയ്ക്ക് അറിയത്തില്ലേ? അമ്മയ്ക്ക് അറിയത്തില്ലേ? കേണിച്ചിറയാണ് ഞങ്ങളുടെ സ്ഥലം. കേൾക്കുന്നില്ലായിരിക്കും. കേണിച്ചിറയാണ് കേണിച്ചിറ. പിന്നെ ആ ഇവിടെ കുറച്ച് പേരവിടെ വന്നിട്ടുണ്ട്. ആ എല്ലാരും ഉറക്കം പിടിച്ചായിരിക്കും അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് പിടിയും കോഴിയൊക്കെ ആയിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ഗൂഡല്ലൂര് പുത്തൂർ വയൽ. ആ പരിചയമുണ്ട് ആ സ്ഥലമൊക്കെ? ആ അത് അടുത്ത ചേച്ചി വന്നു. ആ ആ ആ ആ വേണോ? എങ്ങനെയാണ് ചെയ്യാം. ആ എല്ലാവരും ഇരിക്കൂ. ആ സിസ്റ്റേഴ്സ്, അമ്മച്ചിമാരെ, ഇന്ന് ഞങ്ങൾ കേണിച്ചിറ ഇടവയിലെ മാതൃവേദിയുടെ നേതൃത്വത്തിൽ അമ്മച്ചിമാർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് വരികയായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ പള്ളിയിൽ അച്ഛൻ അനൗൺസ് ചെയ്തു നമ്മുടെ അമ്മച്ചിമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യണമെന്ന്. എല്ലാ കുടുംബങ്ങളിൽ നിന്നും അവരവർക്ക് താല്പര്യമുള്ള സാധനങ്ങൾ കൊണ്ട് തന്ന് അത് നമ്മൾ സ്വരൂപിച്ചാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല നമ്മൾ മറ്റ് സ്ഥാപനങ്ങളിലും പോകുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലും സ്നേഹത്തിലും പ്രാർത്ഥനയിലും കഴിയട്ടെ. ഇങ്ങോട്ട് പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അല്ലേ? സുഖമല്ലേ? സുഖവും സന്തോഷമാണ് നിങ്ങളുടെ മുഖം കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മച്ചിമാർക്ക് വേണ്ടിയിട്ട്, അമ്മച്ചിമാരുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഈ ക്രിസ്മസ് കാലത്ത് ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു ഉണ്ണീശോയ്ക്ക് ഒരു സമ്മാനം കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഉണ്ണീശോയ്ക്ക് സമ്മാനമായിട്ട് അപ്പോൾ എല്ലാവരും നല്ല പ്രസൻറ്റേഷൻ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഉണ്ണീശോയ്ക്ക് കൊടുക്കാനുള്ള സമ്മാനം പോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. അതിനെല്ലാം ഞങ്ങൾ
അവിടെയൊക്കെ മാറ്റി ഒന്നിച്ചാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അധിക സാധനങ്ങളും ഉപകാരപ്രദമായിട്ടുള്ള സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, പിന്നെ ഷാള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഐറ്റംസൊക്കെയാണ് ആളുകൾ തന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ പറഞ്ഞപ്പോൾ ആൾക്കാർ നന്നായിട്ട് സഹകരിച്ചു. പിന്നെ നന്നായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താല് എന്നൊരു ചെയ്ത ദിവസേത കൊച്ചുത്രേശയെ പൂക്കളാലെ നീ കുഞ്ഞീശോതൻ പാത തീർക്കണേ. കർത്താവിൻ സമ്മാനമായൊരു ജീവിത യാത്രയിൽ തന്നാമന്ത്രമോദി നാഥൻ്റെ ദാസിയായി തന്മണെ വാട്ടിയ നായിക ഗാനങ്ങളേറ്റു പാടി മുട്ടത്തു പാടം കൂടമാളൂരങ്ങനെ മുട്ടുച്ചിറാഭരണങ്ങനവും ആ കൊച്ചു കന്യകാതൻ പ്രാർത്ഥന ഗീതത്ത സ്വർഗത്തിൻ ശ്രദ്ധ പിടിച്ചു പറ്റി. ദൈവിക സന്തോഷമെന്തെന്നീ ലോകത്തിൽ ജീവിച്ചിരിക്കവേ തൊട്ടറിഞ്ഞു. കന്യകയ്ക്കാനെന്നാം യേശുവിന്ദാനം ത്യാഗങ്ങൾ രോഗങ്ങളെന്നവേതു. ഇന്നു തൊട്ടല്ലാതു സ്വർഗത്തിൽ ധന്യായി കന്യക ചെന്നൊരു നാൾ മുതൽക്ക്. മക്കളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഉണ്ണീശോയുടെ സമ്മാനമായി ഓടിയെത്തിയ വികാരിച്ചന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. അച്ഛൻ പറഞ്ഞ പോലെ ശരി, പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ പുഞ്ചിരി മാഞ്ഞു പോകും, സ്വാഭാവികമാണ്. എങ്കിലും സന്തോഷമായിട്ട് തന്നെ ഞങ്ങളിവിടെ കഴിയുന്നത്. അച്ഛൻ ഇടവകയ്ക്കും ഇടവകാംഗങ്ങൾക്കും വികാരിച്ചിനും വേണ്ടി ഞങ്ങൾ ഈ പുതിയ വർഷത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഉറപ്പ് പറയുന്നു. ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നോക്കുന്നു. Yes, okay. You got on. Yes, thank you.